ഇവിടെ ഞാൻ കൊല്ലത്തേക്ക് പ്രസംഗത്തിന് പോയി. ഒരു സാധു മനുഷ്യൻ വന്ന് എന്നോട് പറഞ്ഞൊരു വിഷമം, ആളുടെ ജ്യേഷ്ഠന്റെ മോൻ വസ്തുവിന്റെ പ്രമാണം ചോദിച്ചു എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവും, വസ്തുവിന്റെ പ്രമാണം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പരുടെ തൊടുവിന്റെ രേഖ ആധാരം ചോദിച്ചു. അവന് കുറച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും ആലോചിക്കാതെ അത് കൊടുത്തു. ഇപ്പൊ വർഷങ്ങളായി ആളത് എടുത്തു തരണമില്ല, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പൊ എത്ര ഉണ്ട് ബാങ്കിൽ നിന്ന് അന്വേഷിച്ചപ്പോ ഏകദേശം 1 കോടി രൂപയുടെ അത്രയ്ക്ക് എത്തിയിട്ടുണ്ട്. ഈ മനുഷ്യന് വീടും പറമ്പും കൊടുത്തിട്ട് ഇറങ്ങിപ്പോയാൽ പോലും തീരാത്ത എത്ര പണം ഇയാളുടെ മേലിൽ കടമായി കൂടിക്കിടക്കുന്നുണ്ട്. ജ്യേഷ്ഠന്റെ മോനല്ലേ എന്ന് വിചാരിച്ചു എന്നാണ്. അനുജനാണ് അതിനോട് നിന്നത് പറയുന്നത്. ഇക്കാക്ക് അത് പറയാൻ മടിയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അനുജൻ പറഞ്ഞു എന്നുള്ള പറഞ്ഞപ്പോൾ അയാൾ എന്നെ ഫോണിൽ വിളിച്ചു. അപ്പൊ അനുജൻ പറഞ്ഞു, മൂപ്പര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, കൊടുത്തു തന്നെ തെറ്റായിരുന്നു. ബാങ്കിൽ പണയം വെക്കാൻ വേണ്ടി വസ്തുവിന്റെ പ്രമാണം കൊടുത്ത തന്നെ തെറ്റായിരുന്നു. അവൻ അതിൽ നിന്ന് പൈസ വാങ്ങി, പിന്നെയും കൂട്ടി വാങ്ങി. കുറെ മാസം പലിശ അടക്കാതിരുന്നു. അതോടുകൂടെ പഴപ്പലിശയായി, ഇരട്ടിപ്പലിശയായി, പോയി 1 കോടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതുവരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഈ വസ്തു, വീട് മൊത്തം ബാങ്കുകാർ കൊണ്ടുപോകുന്നത്, സീല് വെച്ച് നമ്മളെ പുറത്താക്കുന്നത്, മക്കളെയും പേരക്കുട്ടികളെയും എടുത്ത് ലഭ്യമായ വസ്തുക്കളൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ ഹറാമിലേക്ക് പെട്ടെന്ന് എടുത്തോട്. ചെറിയൊരു വീടൊക്കെ ഉണ്ട്, അതും മതിന്ന് വെക്കണം. ചെറിയൊരു വാഹനമുണ്ട്, അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പുതിയ വാഹനം ഇറക്കിക്കൊണ്ടിരിക്കും. കമ്പനിക്ക് വേറെ എന്താ പണി? പുതിയ സംവിധാനങ്ങളുള്ള വാഹനം വന്നുകൊണ്ടിരിക്കും. അവർക്ക് വേറെ പണിയില്ലല്ലോ ഒന്ന്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ വാഹനം മാറ്റിക്കൊണ്ടിരിക്കണം. അതിനെന്താ ചെയ്യുക? ഇത് എവിടെ പോവുക, അവിടെ പോവുക. ഇന്ന ഫിനാൻഷ്യൽ കമ്പനി ഉണ്ട്, കൊടുക്കാൻ നിൽക്കണം. നിസ്കാരത്തിന്റെ ഫർള് എത്രയെന്ന് വെച്ചാൽ 14 നമുക്കറിയാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കണഞ്ഞ മസാല എന്താന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോ ചോദിക്കൊന്നും വേണ്ട, അതൊക്കെ ഇപ്പൊ പറ്റൂല, എല്ലാവരും ഇപ്പൊ അത് ചെയ്യണല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കരുത്. അധിക ജനങ്ങൾക്കും അറിയാത്ത ചില സംശയാസ്പദമായ കാര്യങ്ങൾ അവയ്ക്കിടയിലുണ്ട്. അതിനെ ആര് സൂക്ഷിക്കുന്നോ അവന്റെ ദീനിനെ അവൻ സംരക്ഷിച്ചു, അവന്റെ അഭിമാനത്തെ അവൻ സംരക്ഷിച്ചു.